നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, താൻ ഈ ലോകത്തൊന്നുമല്ലേ? അത് ഞാൻ പിന്നെ പെട്ടെന്ന് മതി മതി. താനിനി സ്വബോധമൊക്കെ തിരിച്ചെടുത്ത് കാര്യം പറഞ്ഞു വരുമ്പോഴേക്കും കുറെ നേരം എടുക്കും. അത്രയും നേരം വെയിറ്റ് ചെയ്യാനേ എനിക്ക് സമയമില്ല. ഞാൻ വേറൊരു വലിയ കാര്യത്തിന് പോവാ. പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം. ഏട്ടത്തി മോള് കാണും. ചെല്. ഹലോ ഹലോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. താൻ അവിടെ എത്തിയോ? അയ്യോ, അത് പറയാനാ ഞാൻ വിളിച്ചത്. ഞാൻ അത്യാവശ്യമായിട്ട് വേറെ സ്ഥലം വരെ വന്നതാ. ഇവിടുന്ന് ഇറങ്ങാൻ കുറച്ച് താമസിക്കും. അതുകൊണ്ട് ഇയാൾ ഇപ്പൊ വരണ്ട. സമയമാകുമ്പോ ഞാൻ വിളിച്ചോളാം. അല്ല അത് ഹലോ ഹലോ ചേച്ചി. ആഹാ, വാ വാ. എന്താടി ഇത്ര രാവിലെ? അത് ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്. എന്ത് കാര്യം? സച്ചേട്ടൻ എവിടെയാ ചേച്ചി? ഇതെപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ചേച്ചിയുടെ കൈക്ക് എന്ത് പറ്റിയതാ? അടുക്കളയിൽ ജോലി ചെയ്തപ്പോ പറ്റിയതാ. നോക്കട്ടെ. എന്താടി, എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാണോ നീ വന്നത്? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയാം. അത് വേറൊരു കാര്യം. ഈ സന്ധ്യവിനെ ഒരിക്കലും വിളിച്ചാൽ കിട്ടില്ല. എപ്പോ വിളിച്ചാലും ബിസി. ഹലോ ഏട്ടാ, നീ ഇതെവിടെയാ? ഞാനിവിടെ വീട്ടിലുണ്ട്. എന്റെ റൂമിലേക്കൊന്ന് വന്നേ വേഗം. ശരി. കുറച്ചു ദിവസമായി സന്ദീപിന് ഫോണിനുള്ളിൽ ചുറ്റിക്കളിയൊക്കെ തുടങ്ങിയിട്ട്. എപ്പോഴും ഫോണിൽ തന്നെയാണ്. നിന്നെ എന്താടാ ഇപ്പൊ എപ്പോ വിളിച്ചാലും കിട്ടാറില്ല? എപ്പോഴും ഫോണിൽ സംസാരമാണെന്ന് കേട്ടല്ലോ. അങ്ങനൊന്നുമില്ല ഏട്ടാ. അങ്ങനൊന്നും ഇല്ലെങ്കിൽ നല്ലത്. സൈറ്റിൽ പോകുന്ന വഴിക്ക് കോർപ്പറേഷൻ ഓഫീസിൽ കയറി ഈ ഫയല് ജയചന്ദ്രൻ സാറിനെ ഏൽപ്പിക്കണം. എന്നിട്ട് സാറ് തരുന്ന പേപ്പേഴ്സുമായിട്ട് നേരെ ഓഫീസിലേക്ക് വരണം. ഏട്ടാ, ഇന്ന് ഞാൻ സൈറ്റിൽ പോകുന്നില്ല. പോകുന്നില്ലേ? അതെന്താ? എനിക്കിന്നൊരാളെ കാണാൻ പോണം.
അത് നാളത്തേക്ക് മാറ്റി വെച്ചൂടെ? ഇന്ന് നിന്നെ കൊണ്ട് വേറെ ചില അത്യാവശ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇന്ന് എന്തായാലും പറ്റില്ല. ഞാൻ ചെല്ലാന്ന് വാക്ക് കൊടുത്തു. ആ ആളോട് ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേ പോരെ? അതൊന്നും പറ്റില്ല. എനിക്ക് പോയേ പറ്റൂ. അത്യാവശ്യമാണെങ്കിൽ അവൻ പോട്ടെ സച്ചേട്ടാ. ഓപ്പറേഷൻ ഓഫീസിൽ നാളെ പോവാലോ. ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇടാം. നീ വയ്ക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ സംസാരിച്ചിരിക്കേ. പോട്ടെ. എന്താടി, എന്താ കാര്യം? സച്ചേട്ടൻ നിന്നുകൊണ്ട് നീ പറയാത്തെന്ന് എനിക്ക് മനസ്സിലായി. എന്താടി, എന്താ നിന്റെ പ്രശ്നം? അത് ചേച്ചി, നീ മനുഷ്യനെ ടെൻഷനാക്കാതെ കാര്യം എന്താന്ന് പറ അതിരെ. ചേച്ചി അത് വേറൊന്നുമല്ല. കുറെ നേരമായല്ലോ നിനക്ക് കോള് വരുന്നു. ആദ്യം ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കാം. ഹലോ, എത്ര നേരം ഞാൻ തന്നെ വിളിക്കുന്നു. താനിത് എവിടെയാ? ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി വൈകും. കാണാൻ ആഗ്രഹിച്ചിട്ട്. ഹലോ ഹലോ, തനിക്ക് പറഞ്ഞിട്ട് എന്തിനാ? ആരെയോ കാണണമെന്ന് ആഗ്രഹിച്ചെന്നൊക്കെ ഫോണിൽ പറയുന്ന കേട്ടു. എന്നെ കണ്ടപ്പോ സംശയാസ്പദമായ രീതിയിൽ കോള് കട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ചോദിച്ചതാ. ദേ, പലപ്പോഴും ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വകാര്യതയിൽ കടന്നു കയറരുതെന്ന്. അതിന് സന്ദീപിന് എന്താ ഇത്ര സ്വകാര്യത? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്തൂടെ? അതിന് മാത്രമുള്ള ബന്ധം നമ്മൾ തമ്മിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഫ്രണ്ടായിട്ട് പോലും ഞാൻ തന്നെ പരിഗണിച്ചിട്ടില്ല. എന്നൊന്ന് വെറുതെ വിടോ പ്ലീസ്. എന്തു പറ്റി അതിര്? വന്ന നേരം മുതലേ നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ. അത് വേറൊന്നുമല്ല ചേച്ചി. എൻ്റെ ഒരു കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചേച്ചിയോട് കൂടി ചോദിക്കാമെന്ന് കരുതി. എന്താ കാര്യം? ഞാൻ പറയാം. എനിക്കിപ്പോൾ തോന്നുന്നു അതിനുള്ള സമയമായിട്ടില്ല എന്ന്. എൻ്റെ തീരുമാനങ്ങളൊക്കെ എനിക്കൊന്നുകൂടി ഉറപ്പ് വരുത്താനുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്കൂടി ബോധ്യപ്പെടണമല്ലോ. നീ എന്തൊക്കെയാടി പറയുന്നേ? ഞാൻ പിന്നീട് ചേച്ചിയോട് എല്ലാം വന്ന് പറയും. രണ്ടിലൊന്ന് ഞാൻ അതിന് തീരുമാനിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യും. താഴെ ചെന്ന് അമ്മയുടെ ചേച്ചിയുടെ എന്നൊരു ചായയും വാങ്ങിച്ചു കുടിച്ച് അവിടെ ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് കഴിയുമെങ്കിൽ തീരുമാനിക്കും. അപ്പോഴേക്കും ഞാൻ വരാം. എനിക്ക് മുറിയിൽ പിടിപ്പത് ജോലിയുണ്ട്. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.